നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആധുനിക ആവർത്തന പട്ടിക എന്ന് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് ആധുനിക ആവർത്തന പട്ടികയാണ് കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ബ്ലോക്കുകൾ നമ്മൾ പറഞ്ഞു, എത്രയാണ് 4 ബ്ലോക്കുകളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? SPDF. അതിലെ ഏറ്റവും ലാസ്റ്റ് F ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിലെ F ബ്ലോക്ക് മൂലകങ്ങൾ, F ബ്ലോക്ക് ഇലമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ F ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ എന്ന് പറയുന്നത് F ആണ്. അതുകൊണ്ടാണ് F ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ എന്ന് പറഞ്ഞ ഏതാണ്? F ആണ്. ഈ F ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ആധുനിക ആവർത്തന പട്ടിക നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു S ബ്ലോക്കും ഇവിടെ D ബ്ലോക്ക് പിന്നെ P ബ്ലോക്ക് പറഞ്ഞു. ഇങ്ങനെ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഇങ്ങനെ ഒരു പോർഷൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഇങ്ങനെ വരുന്നതാണ്. ഇതാണ് F ബ്ലോക്ക് ഇലമെന്റ്സ്. ആ ടേബിൾ നമ്മൾ എടുത്ത് നോക്കി അറിയാം. ഏറ്റവും താഴെയാണ് വരുന്നത് F ബ്ലോക്ക് ഇലമെന്റ്സ് ആണ്. ഈ F ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുകളും വരുന്നതാണ് F ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ F ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അപ്പോൾ അവിടെ ചോദിക്കാം, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? ഏത് ബ്ലോക്കിലാണ്? F ബ്ലോക്കിലാണ്. F ബ്ലോക്ക് മൂലകങ്ങളിൽ വരുന്നതാണ് ഏത്? ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അപ്പൊ ഈ ലാന്തനോയിഡ്സുകളെയും ആക്ടിനോയിഡ്സുകളെയും പൊതുവിൽ നമുക്ക് അന്തസംക്രമണ മൂലകങ്ങൾ, എന്താണ്? അന്തസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അന്തസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസ്മിഷൻ ഇലമെന്റ്സ് എന്ന് പറയാൻ കാരണം ഏതാണ്? ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ്. ലാന്തനോയിഡ്സുകളെയും ആക്ടിനോയിഡ്സുകളെയും പൊതുവെ അന്തസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ F ബ്ലോക്കിൽ ഏറ്റവും മുകളിൽ 2 ഇതായിട്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ F ബ്ലോക്കിൽ മുകളിൽ വരുന്നതാണ് ഏത്? ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പർ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്സുകൾ ഉൾപ്പെടുന്നത്. അപ്പൊ എവിടെ മുതൽ എവിടെ വരെയാണ്? അതിന്റെ നമ്മൾ അറ്റോമിക് നമ്പർ പറയുമ്പോൾ എവിടെയാണ്? 57 മുതൽ അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങൾ ഏതിൽ ഉൾപ്പെടുന്നു? ലാന്തനോയിഡ്സുകളിൽ ഉൾപ്പെടുന്നു. ലാന്തനോയിഡ്സിൽ വരുന്നു. അതായത് ഏതാണ്? ലന്താനം. അതാണ് ലാന്തനോയിഡ്സ് എന്ന് പറയാൻ കാര്യം. ഫസ്റ്റ് എലിമെന്റ് ഏതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന? ലന്താനം. അല്ലേ? അതിന്റെ പ്രതീകമാണ് La എന്ന് പറയുന്നത്. ലന്താനം മുതൽ ലൂട്ടീഷ്യം, Lu, പ്രതീകം Lu. ലന്താനം മുതൽ ലൂട്ടീഷ്യം വരെയുള്ള ഇലമെന്റ്സ് ആണ് ഏത്? ലാന്തനോയിഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്? ഇന്നർ ട്രാൻസിഷൻ ഇലമെന്റ്സ്. അതിൽ ലാന്തനോയിഡ്സ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ F ബ്ലോക്കിൽ ടോപ്പിൽ വരുന്നതാണ്. 2 പാർട്ടായിട്ട് F ബ്ലോക്കിന് തിരിച്ചേക്കുന്നതിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് ഏത്? ലാന്തനോയിഡ്സ്. എത്രയാണ്? അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ് ഏത്? ലാന്തനോയിഡ്സിൽ വരുന്നത്. അതായത് എവിടെ തുടങ്ങിയാണ്? ലാന്താനം മുതൽ ലൂട്ടീഷ്യം വരെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇതിന് നമ്മൾ ഈ ലാന്തനോയിഡ്സ് ഉൾപ്പെടുന്ന പീരീഡ് അല്ലെങ്കിൽ ആരംഭിക്കുന്ന പീരീഡ് എന്ന് പറഞ്ഞത് 6ാമത്തെ പീരീഡ് ആണ്. മൊത്തം ആധുനിക ആവർത്തന പട്ടികയിൽ എത്ര പീരീഡുകളാണുള്ളത്? മൊത്തം 7 പീരീഡ്സ് അല്ലേ? ഗ്രൂപ്പുകളോ? 18 ഗ്രൂപ്പുകൾ. ബ്ലോക്കുകൾ 4 ബ്ലോക്കുകളായിട്ട് ഇലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് ലാന്തനോയിഡ്സ് ഉൾപ്പെടുന്ന പീരീഡ് ഏതാണ്? പീരീഡ് എന്ന് പറയുന്ന 6ാമത്തെ പീരീഡ്. നോക്കുക, പീരീഡ് 6ാമത്തെ പീരീഡ് ആണ്. ഇനി ശ്രദ്ധിക്കുക, റയർ എർത്ത്സ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ലാന്തനോയിഡ്സ് അറിയപ്പെടുന്നത് എന്താണ്? റയർ എർത്ത്സ് മൂലകങ്ങൾ. റയർ എർത്ത്സ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡ്സ് ആണ്. ഓക്കെ, ലാന്തനോയിഡ്സ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ പൊസിഷൻ നോക്കുക. എത്ര മുതൽ അറ്റോമിക് നമ്പർ എത്ര മുതൽ എത്ര വരെയാണ് ലാന്തനോയിഡ്സ് വരുന്നതെന്ന് പറഞ്ഞു. റയർ എർത്ത്സ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ലാന്തനോയിഡ്സ് ആണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ്
ആക്ടിനോയിഡ്സുകൾ നോക്കാം. ആക്ടിനോയിഡ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ആക്ടിനോയിഡ്സിൽ വരുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 89 സ്റ്റാർട്ട് ചെയ്യും. 89ാമത്തെ ഇലമെന്റ്സ് മുതൽ എത്രയാണ്? 103ാമത്തെ ഇലമെന്റ് വരെ. 89 മുതൽ 103ാമത്തെ മൂലകങ്ങൾ അത് ഉൾപ്പെടുന്നതാണ് ഏതാണ്? ആക്ടിനോയിഡ്സ്. അതായത് ഏതൊക്കെയാണ്? ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയാണ്. അതാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയാൻ കാര്യം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആക്ടീനിയം. അതിന്റെ പ്രതീകം നോക്കിയേ, AC ആണ്. ആക്ടീനിയത്തിന്റെ പ്രതീകം AC ആണ്. ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെ LR, പ്രതീകം LR. ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള ഇലമെന്റ്സ് ആണ് ഏതിനകത്ത് വരുന്നത്? ആക്ടിനോയിഡ്സുകളിൽ ഉൾപ്പെടുന്നത്. അതായത് എത്രയാ? 89 മുതൽ 103ാമത്തെ ഇലമെന്റ് വരെ. ആകെ മൊത്തം എത്ര ഇലമെന്റ്സ് ആണ്? 108 മൂലകങ്ങളാണ് ആവർത്തന പട്ടികയിലുള്ളത്. 108 ഇലമെന്റ്സ്. അതിൽ 103, 89 മുതൽ 103 വരെ ആക്ടിനോയിഡ്സുകളിൽ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഇവ ആക്ടിനോയിഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ മനുഷ്യ നിർമ്മിത കൃത്രിമ മൂലകങ്ങളാണ് ആക്ടിനോയിഡ്സ്. മനുഷ്യ നിർമ്മിത കൃത്രിമ മൂലകങ്ങളാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എഫ് ബ്ലോക്കിലെ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഉൾപ്പെടുന്നതാണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുക വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. എന്താണ്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ വരുന്നത്. നോക്കാം, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് ഏതൊക്കെ? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഏതൊക്കെയാണ് അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാമാണ് യുറേനിയം. നോക്കിയാൽ അതിന്റെ പ്രതീകം ഏതാണ്? യു ആണ്. യുറേനിയത്തിന്റെ പ്രതീകം യു. നെക്സ്റ്റ് തോറിയം, പ്രതീകം TH ആണ്, തോറിയം. നെക്സ്റ്റ് പ്ലൂട്ടോണിയം, PU. ഇത് മൂന്നും, അതായത് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം, ഇവ മൂന്നും എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അത് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് ഇലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഓക്കെ, ഇനി അടുത്തത്. അപ്പം നമ്മൾ ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ പറഞ്ഞു. ഇനി നമുക്ക് ലാന്തനോയിഡ്സ് നോക്കാം. ലാന്തനോയിഡ്സുകൾ, അവയുടെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്കിൽ ഏറ്റവും ടോപ്പിൽ മുകളിലായിട്ട് വരുന്നതാണ് ലാന്തനോയിഡ്സ്. എത്ര മുതൽ എത്ര വരെ എന്ന് പറഞ്ഞത്? 57 മുതൽ, ആറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്സുകളിൽ ഉൾപ്പെടുന്നത്. നമുക്ക് നോക്കാം, ഓരോ ഫീച്ചേഴ്സ് നോക്കാം. ഈ ലാന്തനോയിഡ്സ് എല്ലാം വെള്ളി നിറമുള്ള മൃദുവായ ലോഹങ്ങളാണ്. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, വെള്ളി നിറമുള്ള മൃദുവായിട്ടുള്ള ലോഹങ്ങളാണ് ലാന്തനോയിഡ്സ്. വെള്ളി നിറമുള്ള മൃദുവായ ലോഹങ്ങൾ. രണ്ടാമത്തെ നോക്കിയേ, വായുവിൽ വളരെ വേഗം മങ്ങിപ്പോകുന്നു. അതാണ് വായു, എയറുമായിട്ട് കോണ്ടാക്ട് വന്നാൽ വായുവില് ഇവ വളരെ വേഗം മങ്ങിപ്പോകുന്നു. നെക്സ്റ്റ് കാഠിന്യം. ഇവയുടെ കാഠിന്യം അറ്റോമിക സംഖ്യ കൂടുന്നത് അനുസരിച്ച് കൂടുന്നു. അറ്റോമിക സംഖ്യ കൂടുന്നതിന്റെ അനുസരിച്ച് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? അവയുടെ കാഠിന്യവും കൂടുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇവയുടെ കാഠിന്യം അറ്റോമിക സംഖ്യ കൂടുന്നത് അനുസരിച്ച് കൂടുന്നു. നെക്സ്റ്റ് സമേറിയം, പ്രതീകം SM ആണ്. സമേറിയം എന്ന് പറഞ്ഞ മൂലകത്തിന് സ്റ്റീലിനോളം കാഠിന്യമുണ്ട്. സമേറിയത്തിന് സ്റ്റീലിനോളം തന്നെ കാഠിന്യമുള്ള മൂലകമാണ് സമേറിയം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഇവയുടെ ദ്രവണാങ്കം നോക്കാം. ലാന്തനോയിഡ്സിന്റെ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ 1000 K മുതൽ 1200 K വരെയാണ് ദ്രവണാങ്കം നമ്മൾ പറയുന്നത്. അതിന്റെ സമേറിയത്തിന്റെ ദ്രവണാങ്കം 1621
1623 K ആണ് ഏത് സമേറിയത്തിന്റെ ദ്രവണാങ്കം. അത് എക്സ്പ്രഷനാണ് നോക്കുക. സമേറിയത്തിന്റെ ദ്രവണാങ്കം 1623 K ആണ്. ഓക്കെ, ദ്രവണാങ്കം 1000 മുതൽ 1200 K വരെ ആയിരിക്കും ദ്രവണാങ്കം. ആ സമേറിയത്തിന്റെ 1623 K ആയിരിക്കും സമേറിയത്തിന്റെ ദ്രവണാങ്കം. ഇനി നെക്സ്റ്റ് നോക്കാം. പ്രത്യേക ഈ ആക്ടിനോയിഡ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഈ ലാന്തനോയിഡ്സുകളുടെ ദ്രവണാങ്കം, ആക്ടിനോയിഡ്സിന്റെ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഈ ലാന്തനോയിഡ്സിന്റെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ലോഹീയ ഘടനയാണുള്ളത്. ഇവയ്ക്ക് ഒരു പ്രത്യേക തരം ലോഹീയ ഘടനയാണുള്ളത്. അതായത് ഇവ താപത്തിന്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളാണ്. താപത്തിന്റെയും അതുപോലെ തന്നെ വൈദ്യുതിയും കടത്തിവിടുന്ന നല്ല ചാലകങ്ങളാണ് ഏത് ലാന്തനോയിഡ്സ്. ഇവ പ്രത്യേക തരം ലോഹീയ ഘടനയാണുള്ളത്. അവ താപത്തിന്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത്? വെള്ളി നിറം, ഇവിടെ നോക്കാം നമുക്ക് ആ പോയിന്റ്സുകൾ. ലാന്തനോയിഡ്സ് വെള്ളി നിറമുള്ള മൃദുവായ ലോഹങ്ങളാണ്. വായുവിൽ വളരെ വേഗം മങ്ങിപ്പോകുന്നു. ഇവയുടെ കാഠിന്യം എങ്ങനെയാണ്? അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് കാഠിന്യം കൂടി വരുന്നു. പിന്നെ സമേറിയം എന്ന് പറഞ്ഞ മൂലകത്തിന് സ്റ്റീലിനോളം തന്നെ കാഠിന്യമുണ്ട്. ഇവയുടെ ദ്രവണാങ്കം എത്രയാണ്? 1623 K ആണ്. ഇനി ഇവര് എന്താണ്? ലാന്തനോയിഡ്സ് പ്രത്യേക തരം ലോഹീയ ഘടനയാണ് കാണിക്കുന്നത്. അതായത് ഇവ വൈദ്യുതിയുടെയും താപത്തിന്റെയും നല്ല ചാലകങ്ങളാണ്, നന്നായിട്ട് കടത്തിവിടുന്നു. അതാണ് ചാലകം എന്ന് പറയുന്നത് അല്ലെ. വൈദ്യുതിയുടെയും താപത്തിന്റെയും നല്ല ചാലകങ്ങളാണ്. ഓക്കെ, ഇനി നോക്കാം. നെക്സ്റ്റ് യൂറോപ്യം പ്രതീകം EU. യൂറോപ്യം, എറ്റർബിയം, YB, സമേറിയം, SM, തൂളിയം, TM ഇത് എന്നിവ ഒഴിച്ച് ഇത് F ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് ആണ്. ഇത്രയും മൂലകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊക്കെയാണ്? EU, YB, SM, TM എന്നിവ ഒഴിച്ച് മറ്റുള്ളവയുടെ സാന്ദ്രതയും മറ്റു സ്വഭാവങ്ങളും എങ്ങനെയാണ്? ക്രമമായി വ്യത്യാസപ്പെടുന്നു. അപ്പൊ F ബ്ലോക്കിൽ വരുന്ന ഇപ്പൊ പറഞ്ഞ ഈ 4 എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള മറ്റുള്ളവയുടെ സാന്ദ്രതയും അതുപോലെ തന്നെ മറ്റു സ്വഭാവങ്ങളും ഒക്കെ എന്താണ്? ക്രമമായിട്ട് വ്യത്യാസപ്പെടുന്നു. അത് ഇവ നോക്കാം. ജലീയ ലൈന് ഖരങ്ങളിൽ എന്ന പോലെ തന്നെ, ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ ഖരങ്ങളിൽ എന്ന പോലെ തന്നെ ജലീയ ലായനികളിൽ മിക്കവാറുമുള്ളവ എന്താണ്? ത്രിസംയോജക ലാന്തനോയിഡ് അയോണുകൾ എങ്ങനെയുള്ളവയാണ്? നിറമുള്ളവയാണ്. അതാണ് ശ്രദ്ധിക്കുക. ഈ ഖരവസ്തുക്കളിലെ പോലെ തന്നെ ജലീയ ലായനികളിലും മിക്കവാറുമുള്ള ത്രിസംയോജക ലാന്തനോയിഡ് അയോണുകൾ നിറമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവയുടെ നിറത്തിന് കാരണം? അതായത് F ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ലാന്തനോയിഡ് അയോണുകൾ നിറമുള്ളതാകാൻ കാരണം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താഴെ തന്നിരിക്കുന്ന ലാന്തനോയിഡ്സുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയോ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ നമ്മൾ നോക്കണം. ഓക്കെ, എന്താണ് പറഞ്ഞത് ലാസ്റ്റ്? ജലീയ ലായനികളിൽ മിക്കവാറുമുള്ള ത്രിസംയോജക ലാന്തനോയിഡ് അയോണുകൾ എന്താണ്? നിറമുള്ളവയാണ്. ഇവയുടെ ലാന്തനോയിഡ് അയോണുകൾ നിറമുള്ളതാകാൻ കാരണം എന്തുകൊണ്ടാണ്? F ഇലക്ട്രോണുകളുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അല്ലെ, F ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ലാന്തനോയിഡ് അയോണുകൾ നിറമുള്ളതാകാൻ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ ലാന്തനോയിഡ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ആക്ടിനോയിഡ്സ് നോക്കാം. ആക്ടിനോയിഡ്സ് നമുക്കിവിടെ പോയിന്റ്സ് എഴുതാം. നെക്സ്റ്റ് ആണ് ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സ് ഒന്നാമത്തെ, ഇവ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. എന്താണ് ഫസ്റ്റ് ഫീച്ചേഴ്സ്? റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ. മിക്കവാറും എല്ലാ
ആക്ടിനോയിഡ്സും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്താണ്, പ്രത്യേകത എന്ന് പറഞ്ഞത് മിക്കവാറും എല്ലാ ഈ ആക്ടിനോയിഡുകളും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു എത്രാമത്തെ അറ്റോമിക് നമ്പർ എത്ര മുതലാണ്, 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളാണ് ഇതിൽ ആക്ടിനോയിഡ്സിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് പീരിയോഡിക് ടേബിൾ വരയ്ക്കുമ്പോൾ ഏറ്റവും താഴെ എഫ് ബ്ലോക്ക്, അതിലിവിടെ ലാന്തനോയിഡ്സ് വരും, ഇവിടെയാണ് താഴെ വരുന്നതാണ് ആക്ടിനോയിഡ്സ്. അതിന്റെ താഴെ ആക്ടിനോയിഡ്സ് ഏത് മുതൽ, ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെ. പൊസിഷൻ നോക്കാം, ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെ, ലൊറേൻഷ്യം വരെയുള്ള ഇലമെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, ആക്ടിനോയിഡ്സ് വരുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചർ നമ്മൾ പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്, മിക്കവാറും എല്ലാ ആക്ടിനോയിഡ്സുകളും എങ്ങനെയാണ്, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇനി നെക്സ്റ്റ് ഫീച്ചർ, ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. എന്താണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ, ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് ഇവയുടെ പൊതു ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ +3 ആണ്, +3. ഇവരുടെ പൊതു ആക്ടിനോയിഡ്സുകളെ പൊതുവായിട്ടുള്ള ഒരു ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്, +3 ആണ്. പൊതു ഓക്സീകരണാവസ്ഥ +3. ഇനി നെക്സ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റ്, ആക്ടിനോയിഡ് ലോഹങ്ങൾ എല്ലാം തന്നെ വെള്ളി നിറത്തിലുള്ളതും വ്യത്യസ്ത ഘടന പ്രദർശിപ്പിക്കുന്നവയായിരിക്കും. വെള്ളി നിറമുള്ളതും വ്യത്യസ്ത ഘടന പ്രദർശിപ്പിക്കുന്നവയായിരിക്കും. വെള്ളി നിറമുള്ളതും വ്യത്യസ്ത ഘടന പ്രദർശിപ്പിക്കുന്നു, വ്യത്യസ്ത ഘടന പ്രദർശിപ്പിക്കുന്നവയായിരിക്കും അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നവയായിരിക്കും, ഘടന പ്രകടിപ്പിക്കുന്നവയായിരിക്കും ആക്ടിനോയിഡ്സുകൾ. ആക്ടിനോയിഡ്സ് എല്ലാം വെള്ളി നിറമുള്ളതും വ്യത്യസ്ത ഘടന പ്രദർശിപ്പിക്കുന്നവയായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ആണ് ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ്. എന്താണ്, ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ് ആക്ടിനോയിഡുകൾ. ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ് ആക്ടിനോയിഡ്സുകൾ. ഇനി നമുക്ക് നോക്കാം, ആക്ടിനോയിഡ്സുകളുടെ കാന്തിക സ്വഭാവം എന്ന് പറയുന്നത് ലാന്തനോയിഡുകളെക്കാൾ കൂടുതൽ സങ്കീർണമായിരിക്കും. ഇവയുടെ കാന്തിക സ്വഭാവം അടുത്ത ഏത് ഫീച്ചറാണ്, ഇവയുടെ കാന്തിക സ്വഭാവം, അതായത് ആക്ടിനോയിഡുകളുടെ കാന്തിക സ്വഭാവം എന്ന് പറയുന്നത് ലാന്തനോയിഡ്സുകളെക്കാളും എങ്ങനെയായിരിക്കും, കൂടുതൽ സങ്കീർണമായിരിക്കും കാന്തിക സ്വഭാവം. നെക്സ്റ്റ് ഒരു ഫീച്ചറായിട്ട് പറയാം, ആക്ടിനോയിഡുകൾ പലതും കൃത്രിമ മൂലകങ്ങളായിരിക്കും. എന്താണ്, ആക്ടിനോയിഡുകൾ പലതും കൃത്രിമ മൂലകങ്ങൾ. ആക്ടിനോയിഡുകൾ പലതും എങ്ങനെയാണ്, കൃത്രിമ മൂലകങ്ങളായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആക്ടിനോയിഡ് പറഞ്ഞത്, ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എത്രയാണ്, 89 മുതൽ 103 വരെയുള്ള ഇലമെന്റ്സ് ആണ് ഏത് ആക്ടിനോയിഡ്സുകൾ വരുന്നത്. ആക്ടിനോയിഡുകൾ എല്ലാം എന്താണ്, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. അതാണ് ഫസ്റ്റ് പറഞ്ഞത്, ആക്ടിനോയിഡ്സ് എല്ലാം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ഇവയുടെ ആക്ടിനോയിഡ്സിന്റെ പൊതു ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രയാണ്, +3 ആണ്. ഇവയെല്ലാം എങ്ങനെയാണ്, വെള്ളി നിറമുള്ളതും വ്യത്യസ്ത ഘടന പ്രദർശിപ്പിക്കുന്നവയുമാണ്. നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ്. ആക്ടിനോയിഡ്സ് ഉയർന്ന ക്രിയാശീലത ഉള്ളവയാണ്. നെക്സ്റ്റ് ആണ് ഇവയുടെ കാന്തിക സ്വഭാവം. ആക്ടിനോയിഡ്സിന്റെ കാന്തിക സ്വഭാവം എന്ന് പറയുന്നത് ഏതാണ്, ലാന്തനോയിഡ്സുകളെക്കാൾ എങ്ങനെയായിരിക്കും, കൂടുതൽ സങ്കീർണമായിരിക്കും. പിന്നെ ഒരു ഫീച്ചറാണ് കൃത്രിമ മൂലകങ്ങളാണ്. എല്ലാ ആക്ടിനോയിഡ്സുകളും കൃത്രിമ മൂലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എന്താണ് ഈ ആധുനിക ആവർത്തന പട്ടികയിൽ എഫ് ബ്ലോക്ക് ഇലമെന്റ്സിൽ വരുന്നതാണ് ഏത്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അത് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എന്താണെന്ന് പറഞ്ഞു. എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടേഴ്സ്, എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത പറഞ്ഞു. അതുപോലെ തന്നെ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിനകത്ത് നമ്മൾ കുറേ ഇലമെന്റ്സ് പഠിച്ചല്ലോ. 108 മൂലകങ്ങളാണ് ആധുനിക ആവർത്തന പട്ടികയിലുള്ളത്. ഇതിനകത്ത് നമ്മൾ
ഓരോ ബ്ലോക്കും പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗ്രൂപ്പും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒന്നാം ഗ്രൂപ്പ്, രണ്ടാം ഗ്രൂപ്പ്, അങ്ങനെ അതിനകത്ത് ഓരോ ഇലമെന്റ്സും നമ്മൾ മൂലകങ്ങളുടെ പേരുകളും അവയുടെ പ്രതീകവും അറ്റോമിക് നമ്പറൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കുന്നത് എന്താണ്, ഇതിന്റെ നാമകരണം. ഈ മൂലകങ്ങളെ എങ്ങനെയാണ് നാമകരണം ചെയ്തേക്കുന്നത്? അതായത് ചില മൂലകങ്ങൾ സ്ഥലങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ചിട്ടുള്ളവയുണ്ട്, ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് പേര് സ്വീകരിച്ച മൂലകങ്ങളുണ്ട്, സംസ്ഥാനങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ചവയുണ്ട്, പിന്നെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പേര് സ്വീകരിച്ച മൂലകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു ക്ലാസിഫൈ ചെയ്ത് നമുക്ക് നോക്കാം. അതിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. നമ്മളിവിടെ എന്താണ് കുറച്ച് മൂലകങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആ ഇലമെന്റ്സ്, ആ മൂലകങ്ങളുടെ നാമകരണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം, ആകാശഗോളങ്ങളിൽ നിന്നും പേര് സ്വീകരിച്ച മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹീലിയം, സെലീനിയം, സിറിയം. ഇതൊക്കെ ആകാശഗോളങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ച മൂലകങ്ങളാണ്. അതായത് ഹീലിയം എന്ന് പറയുന്ന സൂര്യൻ, സെലീനിയം ചന്ദ്രൻ, അതിൽ നിന്നൊക്കെ നമ്മൾ പേര് സ്വീകരിച്ചതാണ് ഏത്? ഹീലിയം, സെലീനിയം, സിറിയം. ഇതൊക്കെ ആകാശഗോളങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവയിൽ നിന്നും പേര് സ്വീകരിച്ച മൂലകങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം, ഗ്രഹങ്ങളിൽ നിന്ന് പേര് ടെലൂറിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം. ഇതൊക്കെ ഏതാ? ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. ഇതൊക്കെ അറിയാം, യുറേനിയം, യുറാനസ്, നെപ്റ്റ്യൂണ്, പ്ലൂട്ടോണിയം. ഇതൊക്കെ നമ്മൾ എന്താണ്? ഗ്രഹങ്ങളിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം, നിറങ്ങളിൽ നിന്നും, നിറത്തിന്റെ ബേസിൽ നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ് ക്ലോറിൻ, ക്രോമിയം, റുബീഡിയം, ഇൻഡിയം. ഇന്ത്യയൊക്കെ കളർ ഇൻഡിഗോ അല്ലെ. അപ്പൊ അങ്ങനെ നിറത്തിൽ നിന്നും, നിറങ്ങളെ അടിസ്ഥാനമാക്കി നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ് ക്ലോറിൻ, ക്രോമിയം, റുബീഡിയം, ഇൻഡിയം. നെക്സ്റ്റ് ഭൂഖണ്ഡത്തിന്റെ, അതാണ് നമ്മൾ ഇന്ന് പഠിച്ചതാണ് യൂറോപ്യം അല്ലെ. EU എന്ന് പറഞ്ഞ യൂറോപ്യം, യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൽ നിന്നും പേര് സ്വീകരിച്ചതാണ് ഇത് യൂറോപ്യം. നെക്സ്റ്റ് രാജ്യങ്ങളിൽ നിന്നും പേര് നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണ്? പൊളോണിയം, ഫ്രാൻസിയം, അമേരിഷ്യം, നിഹോണിയം. ഇതൊക്കെ എന്താണ്? രാജ്യങ്ങളെ ബേസ് ചെയ്ത് രാജ്യങ്ങളിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. പൊളോണിയം പോളണ്ട്, ഫ്രാൻസിയം ഫ്രാൻസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പൊളോണിയം, ഫ്രാൻസിയം, അമേരിഷ്യം, നിഹോണിയം ഇതൊക്കെ എങ്ങനെയാണ് നാമകരണം? എന്തിന്റെ ബേസ്? രാജ്യങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ച മൂലകങ്ങളാണ്. നെക്സ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ചത് മോസ്കോ. മോസ്കോ എന്ന് ഏതാണ്? മോസ്കോവിയം. ടെന്നിസൺ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ നിന്നൊക്കെ പേര് സ്വീകരിച്ച നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞ മിക്കവാറും കുറേ പേരുകളൊക്കെ ശാസ്ത്രജ്ഞന്മാരിന്റെ പേരിൽ നിന്നും എന്താണ്? നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. നോക്കാം നമുക്ക്. ഐസ്റ്റീനിയം, ആൽബർട്ട് ഐസ്റ്റീൻ. ഐസ്റ്റീന്റെ പേരിന് സ്മരിച്ചുകൊണ്ട് സ്മരണാർത്ഥം എന്താണ്? അതിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് ഇത് ഐസ്റ്റീനിയം. മെന്റലേവിയം, ദിമിത്രി മെന്റലീവ്. നമ്മൾ പറഞ്ഞു കെമിസ്ട്രി പറയുമ്പോൾ മെന്റലീവിന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദിമിത്രി മെന്റലീവ്, മെന്റലീവിൽ നിന്നും പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ടാണ് മെന്റലേവിയം. റുദർഫോർഡിയം, ഏണസ്റ്റ് റുദർഫോർഡ് അല്ലെ, റുദർഫോർഡിയം. നെക്സ്റ്റ് ബോറിയം, നീൽസ് ബോർ. ബോറിയം, റോൺചേനിയം, ഒഗാനസൻ, ഫ്ലറേവിയം. ഇതൊക്കെ ഏതാണ്? നമ്മൾ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആധുനിക ആവർത്തന പട്ടിക എന്ന് പറഞ്ഞ ആ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ ഇലമെന്റ്സും, എല്ലാ ബ്ലോക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഗ്രൂപ്പുകൾ, അതിന്റെ ഇലമെന്റ്സ്, അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ നോക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങൾ, അതിനകത്ത് ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും, അതിന്റെ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, ആക്ടിനോയിഡ്സിനെ കുറിച്ചും ലാന്തനോയിഡ്സിനെ കുറിച്ചും, ലാസ്റ്റ് നമ്മൾ എന്താണ് ഇതിന്റെ ആ മൂലകങ്ങൾക്ക് പേര് ലഭിച്ചു, നാമകരണം ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ആധുനിക ആവർത്തന പട്ടിക, ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതേപോലെ നമുക്ക് മൂലകങ്ങൾ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമാണ് ഇട്ട് കാണാം. ഓക്കെ, താങ്ക് യു.